ജംഗ്ഷൻ എന്ന് പറയുന്നത് വളരെ തിരക്ക് കൂടിയ ഒരു സ്ഥലമാണ്. അതുകൊണ്ട് പലതരത്തിലുള്ള ലഹരി വിൽപ്പന ഈ പ്രദേശങ്ങൾ പൊന്നാനി മേഖലയിൽ നടക്കുന്നുണ്ട് എന്നുള്ളത് പോലീസിന് വിവരം ലഭിച്ചിരുന്നു. അങ്ങനെയാണ് ഈ രണ്ട് പേരിലേക്ക്, അൻസാർ എന്ന് പറയുന്ന ഈ രണ്ടുപേരുടെ പേരും അൻസാർ എന്ന് പറയും, ഒരാൾക്ക് 30 വയസ്സ്, ഒരാൾക്ക് 32 വയസ്സുമാണ്. ഇവരുടെ ചെരുപ്പ് കടയിൽ ഇത്തരത്തിൽ ലഹരി വിൽപ്പന നടക്കുന്നുണ്ട് എന്നുള്ളത് പോലീസിന് നേരത്തെ വിവരം ലഭിച്ചിരുന്നു. അങ്ങനെ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് പോലീസ് ഈ കടയെയും ഈ രണ്ടുപേരെയും നിരീക്ഷിച്ച് വരികയായിരുന്നു. ഒടുവിൽ കൃത്യമായ തക്കം നോക്കിയാണ് പോലീസ് ഇവരെ പിടികൂടുന്ന സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. ഈ രണ്ട് പേരും മുൻപും പല കേസുകളിൽ പ്രതികളായിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതിനു മുൻപ് ലഹരി കച്ചവടമുണ്ട് എന്ന് പോലീസിന് അറിയിച്ചു കൊടുത്ത ആളുടെ വീട്ടിൽ കയറി ആക്രമിച്ച ആ കേസിൽ ഉൾപ്പെടെ ഈ രണ്ടുപേരും പ്രതികളാണ് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുകൂടാതെ വധശ്രമം ഉൾപ്പെടെയുള്ള കേസുകളിലും ഇവർ പ്രതികളാണ് എന്നുള്ളത് പോലീസ് പറഞ്ഞു വെക്കുന്നുണ്ട്. എന്തായാലും പലതരത്തിലുള്ള ലഹരി കച്ചവടങ്ങൾ പൊന്നാനി മേഖലയിൽ നടക്കുന്നുണ്ട് എന്നുള്ളത് തെളിവാണ്. ചെമ്പ്രവട്ടം ജംഗ്ഷനിലെ ഈ ചെരുപ്പ് കട കേന്ദ്രീകരിച്ചുള്ള വിൽപ്പന, അതായത് ഈ കടയിലേക്ക് സാധനം വാങ്ങാൻ എന്ന വണ്ണമാണ് ആളുകൾ എത്താറ്. അവിടെ വെച്ചാണ് ലഹരി കൈമാറ്റം ചെയ്യുന്ന സംഭവങ്ങളൊക്കെ നടക്കുന്നത് എന്നുള്ളതാണ് പോലീസ് പറയുന്നത്. സ്വാഭാവികമായിട്ടും അവിടെ നിന്ന് ഈ ആളുകൾ ലഹരി വാങ്ങി പുറത്തു പോകുന്നുണ്ട്. ആർക്കും സംശയം തോന്നാത്ത രീതിയിലായിരുന്നു ഈ കച്ചവടം നടത്തിയിരുന്നത്. പക്ഷേ കൃത്യമായി പോലീസിന് ലഭിച്ച രഹസ്യ വിവരത്തെ തുടർന്നാണ് നിരീക്ഷിക്കുകയും അതിനുശേഷം ഈ രണ്ടുപേരെയും പിടികൂടുകയും ചെയ്തിട്ടുള്ളത്. സ്മൃതി, ശരി, പലതരത്തിൽ ലഹരി വിൽക്കുന്ന വാർത്തയാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. സോണ കൃഷ്ണയാണ് മലപ്പുറത്തെ വാർത്ത നൽകിയത്. തുടരുകയാണ്. നോക്കാം പ്രധാന തലക്കെട്ട്.